ഞായറാഴ്ച രാവിലെ വണ്ടി എടുത്ത് നേരെ ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത്. കുറച്ചധികം ഫുഡ് സ്പോട്ടുകൾ കവർ ചെയ്യാനാണ് കേട്ടോ ഈ ഒരു പോക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എത്രമാത്രം കടകൾ തുറന്നിരിക്കുന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പിന്നെ നോയമ്പ് മാസം കൂടെയാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ രണ്ടായാലും പോയി നോക്കാം എന്ന് കരുതി. കാരണം വണ്ടി എടുത്തിട്ട് അധികം എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഫുഡ് സ്പോട്ടുകൾ കവർ ചെയ്യാനാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നേരെ രാവിലെ അങ്ങ് ഇറങ്ങി. ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തീരദേശ റോഡ് ഫോർട്ട് കൊച്ചിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതാകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് എത്തുകയും ചെയ്യാം, ഒട്ടും തിരക്കുമില്ല. പിന്നെ നല്ല രസമുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു റൂട്ടും കൂടെയാണ് ഈ ഒരു തീരദേശ റൂട്ട്. ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ എടുത്തത് കൊച്ചിയിലെ ലോങ്സ്റ്റ് വാക്ക് വേ ആയിട്ടുള്ള ചെല്ലാനമാണ്. 7.3 കിലോമീറ്റർ ലോങ് ആണ് ഈ ഒരു വാക്ക് വേ വരുന്നത്. ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് പുത്തൻതോട് ബീച്ച് വരെയാണ് കേട്ടോ ഈ ഒരു വാക്ക് വേ വരുന്നത്. രാവിലെ ആയതുകൊണ്ട് സൺറൈസ് കാണാനും ജോഗിങ്ങിനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല രസമാണ് കേട്ടോ അതിലേ കൂടി ഇങ്ങനെ നടക്കാനൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചി വരെ പോകണം എന്നുള്ളത് കൊണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി. അവിടുന്ന് പിന്നെ ഫോർട്ട് കൊച്ചി വരെ ഞാനാണ് വണ്ടി ഓടിച്ചത്. ഞങ്ങൾ നേരെ പോകുന്നത് അച്ചുക്കയുടെ കടയിലേക്കാണ്. കാരണം രാവിലെ 6 മണിക്ക് തന്നെ അച്ചുക്ക കട തുറക്കും. ഗൂഗിൾ മാപ്പിൽ സൺഡേ ഓപ്പൺ ആണെന്ന് കണ്ടത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ പോകുന്നത്. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഐറ്റംസ് കാണുമ്പോൾ തന്നെ സ്പോട്ട് എവിടെയെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഫോർട്ട് കൊച്ചിക്കാരുടെ സ്വന്തം അച്ചുക്കാൻ്റെ കടയാണിത്. കഴിഞ്ഞ 55 വർഷത്തിന് മേലെയായി ബീഫ് ചാപ്സും മട്ടൻ ചാപ്സും സവോള വടയും പൊറോട്ടയൊക്കെ ആയിട്ട് ഈ ഒരു കുഞ്ഞു കട ഇവിടെ ഉണ്ട്. രാവിലെ 7 മണിക്ക് വന്നപ്പോൾ ഉള്ള തിരക്കാണ് ഇത്. വൈകുന്നേരം 3-4 മണി വരെ കടയുണ്ടാവും. നല്ല ചൂട് സവോള വടയും മട്ടൻ ചാപ്സും ചിക്കൻ കറിയും ബീഫ് ചാപ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു പ്ലേറ്റിൽ 3 സവോള വട ഉണ്ടാവും. കൂടെ മട്ടനോ ബീഫോ ചിക്കനോ എന്താന്ന് വെച്ചാൽ വാങ്ങാം. ഞങ്ങൾ ഒരു പ്ലേറ്റ് മട്ടനും ചിക്കനും ആണ് കേട്ടോ വാങ്ങിയത്. ഈ 2 കോംബോയ്ക്കും നല്ല സ്വാദുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അച്ചുക്കയുടെ തട്ടുകടയാണ്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറായിരുന്നു കേട്ടോ. ഇനി ഉച്ച വരെ നമുക്ക് ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമല്ലേ ഒരു 12 മണിയാകുമ്പോഴേ എല്ലായിടത്തും ബിരിയാണി ആവുള്ളൂ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് ബീച്ചൊക്കെ കണ്ട് കുറച്ച് ആൾക്കാരെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഫോർട്ട് കൊച്ചിയിൽ എപ്പം വന്നാലും മിസ് ചെയ്യാതെ പോണ ഒരു കഫേയാണ് കാശി കഫേ. എന്താണ് കാശി കഫേയിൽ ഇത്രയും സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർക്ക് അറിയുന്നത് തന്നെയാണ് അവിടുത്തെ ചോക്ലേറ്റ് കേക്ക്. പക്ഷേ 11 മണിയൊക്കെയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഉച്ച കഴിഞ്ഞിട്ടേ ചോക്ലേറ്റ് കേക്ക് ആകുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിരാശയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ മട്ടാഞ്ചേരി ജൂ ടൗണിലോട്ടാണ് വന്നത്. ഫോർട്ട് കൊച്ചിയിൽ പല തവണ വന്നിട്ടുണ്ടെങ്കിൽ ജൂ ടൗണിൽ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടം പോലെ ടൈം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ശരിക്കും ജൂ ടൗൺ ഇത്രയും അടിപൊളിയാണെന്ന് കേട്ടോ കരുതിയില്ല കേട്ടോ. ഒരുപാടധികം കാഴ്ചകളുണ്ട് കാണാൻ. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ നടക്കാനും നല്ല രസമാണ്. ഇതിനുള്ളിൽ തന്നെ ജൂതന്മാരുടെ പള്ളി വരുന്നുണ്ട്. ഇതിൽ എത്ര പേര് ഈ ഒരു പള്ളിയിലും ഇതിന് തൊട്ടടുത്തോട് ചേർന്ന് മ്യൂസിയത്തിലും പോയിട്ടുണ്ട്. ഇവിടെ വരുന്നവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ഇടം തന്നെയാണ് കേട്ടോ ഈ ഒരു സിനഗോഗ്. 1568 ഈ പള്ളി സ്ഥാപിച്ചത് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ജൂതന്മാർക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്ത ആ ഒരു സ്ഥലത്താണേ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ആദ്യം ശ്രദ്ധ പോകുന്നത് ഇവിടുത്തെ വിളക്കുകളും പിന്നെ ഈ കാണുന്ന ടൈലുമാണ്. ഇതിനകത്തുള്ള പെയിന്റിങ്സ് എല്ലാം കൈ കൊണ്ട് വരച്ചതാണ്. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതിനുള്ളിൽ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം കൂടെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനൊക്കെ പെർമിഷൻ ഉണ്ട്. പെർമിഷൻ ഇല്ലാത്ത കുറച്ച് സ്ഥലമുണ്ട്. അവിടെ അവർ പ്രത്യേകം നമുക്ക് റെസ്ട്രിക്ഷൻസ് തരുന്നതാണ്. ക്വീൻ എലിസബത്ത് വന്നപ്പോഴത്തേക്കുള്ള ഇത് ക്വീൻ എലിസബത്തിൻ്റെ സിഗ്നേച്ചർ, പ്രിൻസ് ചാൾസ് 2013 മറ്റേത് 97. ഈ ബുക്കിൻ്റെ അകത്തിരിക്കുന്നതൊക്കെ 1968 സിഗ്നേച്ചേഴ്സും അവരുടെ റൈറ്റിങ്സും. ഇത് ഇസ്രായേലിലെ പ്രസിഡന്റ്, പഴയ പ്രസിഡന്റ് വന്നപ്പോൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കുള്ള ലാംഗ്വേജ് എന്താ? ഇത് 1910 ജൂട്ടാണ്. ജൂലി ആ ലീൻ്റെ പേര് വായിച്ചു. ഇത് 2014 ഇത് റീസെൻറ്റ് കഴിഞ്ഞ വർഷത്തെ.
ജൂയിഷ് ന്യൂ ഇയർ സമയത്ത് ഊതുന്ന ഹോൺ പോലെ സാധനം. അങ്ങനെ മ്യൂസിയത്തിലെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. ആ സമയം തന്നെ നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷേക്ക് കിട്ടുന്ന മട്ടാഞ്ചേരിയിലെ അംബേദ്കർ കൂൾ ബാറിലാണ്. നല്ല ചൂട് സമയത്ത് ഇവിടെ വന്ന് ഈ ഒരു അവക്കാഡോ ഷേക്ക് കുടിച്ച സംഭവം സെറ്റാണ്. വർഷത്തിൽ 365 ദിവസവും കൊച്ചിക്കാർക്ക് നല്ല തിക്കായിട്ടുള്ള അവക്കാഡോ ഷേക്ക് കൊടുക്കുന്ന കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അംബേദ്കർ കൂൾ ബാറാണിത്. രാവിലെ 11 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ ഇവിടെ വന്ന ഷേക്കിന്റെ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ പറ്റും. 70 രൂപയുടെ ഈ ഒരു അവക്കാഡോ ഷേക്ക് അടിപൊളിയായിരുന്നു. ഇത് കൂടാണ്ട് വെറും 40 രൂപയുടെ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസും കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് മട്ടാഞ്ചേരി പുതിയ റോഡ് ജംഗ്ഷനിലുള്ള അംബേദ്കർ കൂൾ ബാറാണ്. ഉച്ച സമയത്ത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് ബിരിയാണി കഴിക്കാൻ പറ്റിയ കുറച്ചധികം സ്പോട്ടുകളുണ്ട്. അതിൽ കഴിഞ്ഞ 77 വർഷമായിട്ട് കൊച്ചിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സ്പോട്ടിൽ ഒന്നാണ് ഇത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. ഇതിൽ 2 പീസ് ചിക്കൻ വരുന്നുണ്ട്, കൂടെ സാലഡും പപ്പടവും അച്ചാറും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊച്ചി സ്റ്റൈൽ ബിരിയാണി കഴിക്കുന്നത്. ലോങ് ഗ്രെയിൻ റൈസും അത്യാവശ്യം മസാലയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും പിന്നെ ഈ ഒരു പുളിയിഞ്ചിയും കൂടെ ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ ബിരിയാണി മാത്രമല്ല മട്ടനും ബീഫും ഉണ്ടാവും. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മട്ടാഞ്ചേരിയിലുള്ള കായിസ് ആണ്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. വളരെ കുറച്ച് സ്പോട്ടുകൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നോയമ്പൊക്കെ ആയതുകൊണ്ടും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒട്ടുമിക്ക കടകളും അവധിയായിരുന്നു. അപ്പൊ ഇനിയും ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് വേറെയും കുറെ വെറൈറ്റീസ് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.